ഹായ് ഫ്രണ്ട്സ്, മീനൂസ് മലയാളം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ പക്കോട റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ ആദ്യം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ തിരുമ്മി വച്ചിരുന്നതാണ്, കുറച്ച് മാത്രം. ബാക്കി ഇപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് പറയാം. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആദ്യം ചേർത്തത്, 1 ടീസ്പൂൺ. പിന്നെ ചിക്കൻ മസാല 1 ടീസ്പൂൺ ചേർത്തു. പിന്നെ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടി 1 ടീസ്പൂൺ. നമുക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് എടുക്കുക. ഇതിപ്പോൾ ഞാനൊരു 1/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് ചിക്കനിലൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഞാൻ എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തേക്കണേ, ബോൺലെസ് അല്ല. നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ചിക്കനിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചിക്കനിൽ നമുക്കൊന്ന് ശരിക്ക് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് കടലമാവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ ആയാലും യൂസ് ചെയ്യാം. പിന്നെ 2 മുട്ട ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ, 1/2 മുറി നാരങ്ങയുടെ നീരൂടി പിഴിഞ്ഞ് ചേർക്കാം. നമുക്കിത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. നന്നായിട്ട് ഒരു എയർടൈറ്റായ പാത്രത്തിൽ അടച്ച് നമുക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് നന്നായി 1 മണിക്കൂറിന് ശേഷം ഇതെടുത്ത് നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്കിട്ട് വറുത്തെടുക്കാം. ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കണ്ടോ, ഈ ഒരു കളറായാൽ മതി. അധികം അങ്ങോട്ട് കളറങ്ങ് ബ്രൗൺ ആവണ്ട. എന്നാൽ ഉള്ളിൽ ചിക്കൻ വേവുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനെന്താ ചെയ്യുക വെച്ചാൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഇനി നമ്മൾ ഒരു 5-6 നീളത്തിൽ കീറിയ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ സെയിം ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതെന്നിട്ട് ഈ ചിക്കൻ പക്കോടയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മുകളിൽ കുറച്ച് നാരങ്ങ നീരൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കോട റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായി കാണാം. ബൈ ബൈ.